എൻ്റെ പേര് KP സുരേഷ് കുട്ടനാട്. JSS പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് CP അജയകുമാർ കോഴിക്കോടാണ്. അദ്ദേഹം JSSൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. UK കൃഷ്ണൻ ആലപ്പുഴ, അദ്ദേഹം JSS പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ബിജുമോൻ എറണാകുളമാണ്, പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം സംസ്ഥാന TGK തോമസ് കോട്ടയം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പറയുന്ന അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ബിനു ജസിൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളിവിടെ വന്നത് NDA ചെയർമാനെ കാണുവാനായിട്ടാണ്, ചന്ദ്രശേഖർജിയെ കാണാനാണ്. അഡ്വക്കേറ്റ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് അവരുടെ ഞങ്ങൾ കണ്ടു. അതുപോലെ NDA ചാർജുള്ള AN രാധാകൃഷ്ണൻ അവരുടെ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചു. ഞങ്ങൾ NDAയുടെ ഘടകകക്ഷിയാണ് JSS. ഇപ്പം നിലവിൽ കഴിഞ്ഞ മാർച്ച് 1 ഞങ്ങളുടെ കൺവെൻഷൻ കൂടി സഖാവ് AV താമരാക്ഷനെ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട്, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തൽസ്ഥാനത്തു നിന്ന് മാറ്റി പകരം അഡ്വക്കേറ്റ് CP അജയകുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയുണ്ടായി. NDAയുടെ 140 മണ്ഡലങ്ങളിലും NDA നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ JSS പാർട്ടി നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പറയുവാനുമാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോ മറ്റോ നിങ്ങൾക്ക് സീറ്റ് ചോദിച്ചിട്ടുണ്ടോ? സീറ്റ് ഞങ്ങൾക്ക് നേരത്തെ ഒരു 10 സീറ്റിന് ചോദിച്ചിട്ടുണ്ട്. 5 സീറ്റോളം തരാമെന്നുള്ളത് 10 സീറ്റോളം ചോദിച്ചിട്ടുണ്ട്. അത് NDA യോഗം കൂടി എത്രയും നിങ്ങളെ അറിയിച്ചിട്ടില്ല, അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. ആണ്. നേരത്തെ ആയിരുന്നു JSS പാർട്ടി എന്നുള്ള. അതല്ല, താമരാക്ഷൻ NDAയുടെ ഭാഗമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയിൽ, JSS പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനകത്ത് അംഗമായി, JSSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. തുടർന്ന് ഇങ്ങോട്ട് 1/3/2026 അദ്ദേഹത്തെ പാർട്ടി മീറ്റിങ്ങിലൂടെ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ഒരാഴ്ച ഞങ്ങളാണ് ഭൂരിപക്ഷം തീരുമാനമനുസരിച്ചാണ് തീരുമാനമുണ്ട്. അഡ്വക്കേറ്റ് രാജൻബാബുവിന്റെ നേതൃത്വത്തിൽ UDF-നോടൊപ്പം JSS ഒരു ഭാഗമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ NDAയോടൊപ്പം നിൽക്കുന്ന JSS ഞങ്ങളുടെ ഇതിലാണ്. അതിന്റെ പ്രസിഡന്റ് പുതിയൊരു പാർട്ടി. അതുകൊണ്ടാണ് അടിയന്തരമായി നമ്മൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നീക്കി. അതായത് 2026 ജനുവരി മാസം 10-ാം തീയതിയിൽ എറണാകുളം പാലാരിവട്ടത്ത് വെച്ച് ഹമ്മിൻ്റെ ഒരു ലയന സമ്മേളനം ഉണ്ടായിരുന്നു. ഈ ലയന സമ്മേളനത്തിൽ ഞങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കാതെയാണ് അദ്ദേഹം ഉൾപ്പെടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന ഒരു ബാലരാമപുരം സുരേന്ദ്രനുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പ്രവർത്തകരെ കൊണ്ട് ഹമ്മിൽ കൊണ്ട് ലയന സമ്മേളനം നടത്തി. പിന്നെ അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിൽ പോയി. തിരിച്ച് 2026 ജനുവരി 24-ാം തീയതി അദ്ദേഹം തിരിച്ചു വന്നു. 26-ാം തീയതി ഞങ്ങളെയൊക്കെ അനുനയിപ്പിച്ചുകൊണ്ട് പുള്ളി ഹമ്മിൽ പോയി തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് ഞങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് വീണ്ടും പ്രവർത്തനം തുടങ്ങി.
പ്രവർത്തനം തുടങ്ങിയ സമയത്തും ഹമ്മി എന്ന് പോയ വിവരം പത്രസമ്മേളനം നടത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ലായിരുന്നു. അപ്പം പിന്നീട് എൻ ഡി എയിൽ ഞങ്ങൾ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഊർജ്ജസ്വലമായിട്ട് പാർട്ടി അങ്ങോട്ട് വളർച്ചയിൽ വരണമെന്ന് കണ്ടപ്പോൾ പുള്ളി എൻ ഡി എയിൽ വന്നു. എൻ ഡി എയിലെ സാഹചര്യങ്ങൾക്ക് എല്ലാം അനുകൂലമാണ്. ഞങ്ങളോടും ചോദിച്ചപ്പോൾ ഞങ്ങളും പറഞ്ഞ് എൻ ഡി എയിൽ ചെന്ന് ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അപ്പോൾ എൻ ഡി എയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി ഹമ്മിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരു തർക്ക വിഷയം ഉണ്ടായി. അപ്പോൾ ഹമ്മിൽ പോയി ലയനം നടത്തിയവർ അവിടുത്തെ കാര്യങ്ങൾ യഥാവിധി കിട്ടാഞ്ഞിട്ടാണോ വേറെ എന്ത് സാധനമാണോ അവരും കൂടി തിരിച്ചു വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ഇന്നലെ മറുനാടൻ മലയാളിയുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹമ്മിൽ JSS മുങ്ങി അതിവിദഗ്ധമായിട്ട് ബാലരാമപുരം സുരേന്ദ്രനും മറ്റും തലയൂരിയെന്ന്. ഈ ഊരിയ തലയുമായിട്ട് പുള്ളിയുടെ അടുത്ത് വരുമ്പോൾ 2025 ഓഗസ്റ്റ് മാസം ആണ് അദ്ദേഹം നമ്മുടെ പാർട്ടിയിൽ വീണ്ടും തിരിച്ചു വന്നത്, AV താമരാശൻ. ആ 8 മാസത്തിനിടക്ക് 3 പ്രാവശ്യമാണ് പാർട്ടിയിൽ നിന്ന് ചാടിയത്. അതെ അതെ പറഞ്ഞിട്ടുള്ള മാലയായിട്ട് പുള്ളി ഭദ്രമാണെന്നൊക്കെ പറഞ്ഞ് അത് ന്യൂസ് ചാനലിലെല്ലാം വന്നാണല്ലോ. അപ്പോൾ ഇതാണ് ബേസ് ആയിട്ടുള്ളൊരു സാഹചര്യം. പിന്നെ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരന്തരം പതിവാണ്. അതിനകത്തു നിന്നൊരു അനുനയം നമ്മൾ 3-ാം തീയതി കൂടി എക്സിക്യൂട്ടീവ് കൂടി നിശ്ചയിച്ചതാണ്. അപ്പോൾ അതിനകത്തും വഴങ്ങാതെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര പാർട്ടികൾ കവർ ചെയ്തിട്ടാണ് വന്നത്. JSS എന്ന് പറഞ്ഞ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ട് ഒന്നുമില്ല. അധികാരങ്ങൾക്ക് വേണ്ടി ചാടി ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ നമുക്ക് അതിനകത്തും പറയാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് NDA ആയിട്ട് ചേർന്ന് നിന്ന് നമ്മുടെ സംഘടനയിൽ പുതിയ തെരഞ്ഞെടുപ്പുണ്ടായി. പുതിയ അധ്യക്ഷനെ പഴയ അധ്യക്ഷൻ മാറ്റി പുതിയ അധ്യക്ഷനെ എടുത്തായിട്ട് നമ്മൾ അറിയിച്ചു. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ NDA ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കും ആയതറിയിക്കുവാനാണ് നമ്മളിപ്പോൾ. നിലവിൽ NDAയുടെ ഘടകകക്ഷിയാണല്ലോ. താമരാശൻ വിഭാഗമല്ല, താമരാശൻ നമ്മുടെ പാർട്ടിയുടെ അധ്യക്ഷനാണ്. പാർട്ടിയുടെ അധ്യക്ഷനെ മാറ്റി പുതിയ അധ്യക്ഷൻ ആ വിവരം തെരഞ്ഞെടുപ്പ്